പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 12 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായി. ഈ നല്ല സമയത്ത് സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. കർത്താവ് നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം അപ്പ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട്, ഞങ്ങളോടുള്ള ദയയ്ക്കായിട്ട്, ഞങ്ങളോടുള്ള സ്നേഹത്തിനായിട്ട് ഒക്കെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ അതിശയമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 148 സങ്കീർത്തനം ആരംഭവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: എന്റെ ദൈവമായ രാജാവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ കർത്താവിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ കർത്താവിനെ വാഴ്ത്തും, ഞാൻ കർത്താവിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, കർത്താവിന്റെ മഹിമ അഗോചരമത്രേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി എല്ലാവരും പ്രകാശിതരായി എന്ന് തിരുവെഴുത്തി പറയുന്നു. ഞങ്ങളുടെ മുഖത്തെ അങ്ങ് പ്രകാശിപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ, അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ നസ്രനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ അസ്വസ്ഥതകളും, പ്രത്യേകിച്ച് തൊണ്ടയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ, വായ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ, നസ്രനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് മൂക്കിന്റെ അകത്ത് ഉള്ള ബുദ്ധിമുട്ടുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. തലയിൽ വന്നിരിക്കുന്ന മുഴകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമായി പോകട്ടെ. കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഗ്ലാൻഡ് എൻലാർജുകളും ഗ്ലാൻഡുകൾ എൻലാർജായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു. പരിപൂർണ സൗഖ്യം. ഷുഗർ കൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഡയബറ്റിസ് നോർമലാകട്ടെ. ബ്ലഡ് പ്രഷർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നോർമലാകട്ടെ. ശരീരത്തിന് പൂർണ്ണ ആരോഗ്യവും ബലവും വരട്ടെ. ബലഹീനതകൾ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവേ, മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ജോലിയില്ലാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. കർത്താവ് അങ്ങയുടെ പ്രവൃത്തി നടത്തുന്നതിനായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങളുടെ അഡ്മിഷനോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കറക്റ്റ് യൂണിവേഴ്സിറ്റികളിൽ, കറക്റ്റ് കോളേജുകളിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞല്ലോ. കർത്താവിന് വേല ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുന്നു. ലോകമെമ്പാടും കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അഭിഷക്തദാസന്മാരെ അനുഗ്രഹിക്കണം. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊയ്ത്തിന്റെ യജമാനനോട് ഞങ്ങൾ വേലക്കാരെ വയലിലേക്ക് അയക്കുവാൻ പ്രാർത്ഥിക്കുക. അഭിഷേകമുള്ള കർത്താവെ, അങ്ങ് നിയോഗിക്കുന്ന അഭിഷക്തന്മാർ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറ്റ് ആവശ്യങ്ങളെല്ലാം തരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗിനായിട്ട് സ്തോത്രം. ഇന്ന് വൈകിട്ട് ദൈവിക മഹിമ കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് ഇടവരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ വലിയ മഹത്വം കാണാൻ സഹായിക്കണം. കർത്താവ് പ്രവർത്തിക്കുന്നതിന് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. 1, മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കണം. 2, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ മീറ്റിംഗിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. 3, നിങ്ങൾ തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. നിങ്ങളുടെ മൊബൈലിൽ ഒരു അലാം സെറ്റ് ചെയ്യണം. ഈ സമയം കേട്ടോ, ഇന്ത്യൻ സമയം 9:30 നിശ്ചയമായിട്ടും ജോയിൻ ചെയ്യണം കേട്ടോ, മറക്കരുത്. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ ജോയിൻ ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളെ പൊതിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. യാക്കോബിന്റെ ലേഖനം, ജെയിംസ് ചാപ്റ്റർ 4 verse 6 to 8. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. കണ്ടോ, മോർ ഗ്രേസ്.
ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ ഇതുവരെ കൊണ്ടുവന്നത്. നമ്മുടെ ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ അസാധാരണമാക്കി മാറ്റുന്നത്. അപ്പോൾ ദൈവം കൂടുതൽ കൃപ നൽകും. ആമേൻ. പത്രോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതുകയുണ്ടായി, നിങ്ങളുടെ മേലുള്ള ദൈവകൃപ വർദ്ധിച്ചു വരുമാകട്ടെ, മൾട്ടിപ്ലൈ ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ കൃപ മൾട്ടിപ്ലൈ ആകുന്നതനുസരിച്ച് നമ്മൾ വ്യത്യസ്തരായിക്കൊണ്ടിരിക്കും. നമ്മുടെ മേലുള്ള ആ ദൈവത്തിന്റെ കൃപയും ഫേവറും വർദ്ധിച്ചു വരുന്നതനുസരിച്ച് നമ്മൾ വ്യത്യസ്തന്മാരായി മാറും. കാരണം കർത്താവിന്റെ കൃപയെന്ന് പറഞ്ഞ അൺമെറിറ്റഡ് ഫേവറാ, യോഗ്യതയില്ലാത്ത അനുഗ്രഹങ്ങളാണ്. അപ്പം എസ്തേർ ആ രാജ്ഞിയായി തീരുന്നത് ദൈവത്തിന്റെ കൃപയാല്. സ്തോത്രം. രൂത്ത് ബോവേസിന്റെ ഭാര്യയായി തീരുന്നത് അല്ലെങ്കിൽ ഗ്രേസാ, കൃപയാ. ഇതുപോലെ ഇന്ന് നമ്മൾ ദൈവമക്കളായിരിക്കുന്നത് കൃപയാ. നമ്മുടെ ഉയർച്ച എന്ന് പറയുന്നത് നമ്മൾ ആരും പ്രവൃത്തിയാൽ ഉയരാനുള്ളവരല്ല, ദൈവത്തിന്റെ കൃപയാലാ മുന്നേറുവാനുള്ളത്. അപ്പൊ ആ കൃപ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ലെവലുകൾ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ ക്രിസ്തുയേശു മുഖാന്തരം വർദ്ധിച്ചു വരുമാറാകട്ടെ. എന്നിട്ട് പറയാം, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുക. അപ്പം ഈ അഹങ്കാര മനോഭാവം, എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് സാധിക്കും, എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്യും എന്നൊക്കെയുള്ള ഒരു മനോഭാവം ആരുടെയെങ്കിലും ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തു സംഭവിക്കും? അവരോട് ദൈവം എതിർത്ത് നിൽക്കും, അവരുടെ മേലുള്ള കൃപ നഷ്ടപ്പെടും. എന്നാൽ താഴ്മയുള്ളവർക്കോ കൃപ നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. താഴ്മയുള്ളവർക്ക് കർത്താവ് എന്ത് ചെയ്യും? കൃപ നൽകും. ഉദാഹരണം, ദാനിയേലിന്റെ പുസ്തകത്തിൽ ഒരു നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു. ആ ബാബിലോണിയൻ സാമ്രാജ്യം എന്ന് പറയുന്നത്, ആ ബാബിലോണിയൻ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തന്മാരായ രാജാക്കന്മാരാണ്. അതിനകത്ത് നെബൂഖദ്നേസർ എന്ന് പറയുന്നത് ധനവും കൊണ്ടും മാന്യത കൊണ്ടും എല്ലാം മാനിക്കപ്പെട്ട, ഉയർത്തപ്പെട്ട ഒരു രാജാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കൽ അറിയാതൊരു അഹങ്കാരം ഉള്ളിൽ തോന്നിപ്പോയി. അദ്ദേഹം ദൈവമാണ് സിംഹാസനത്തിൽ ഇരുത്തുന്നതും എഴുന്നേൽപ്പിക്കുന്നതുമുള്ള ചിന്ത മറന്ന്, കർത്താവാണ് സമ്പത്ത് തരുന്നതും അധികാരം തരുന്നതും ശക്തീകരിക്കുന്നതുമുള്ള ചിന്തകൾ മറന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെക്കുറിച്ച് ചില വലിയ കാര്യങ്ങൾ ചിന്തിച്ചു. എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരാണെങ്കിൽ ദൈവം നമ്മളെ താഴ്ത്തത്തില്ല. നമ്മൾ താഴ്മയില്ലാതെ മുന്നേറിക്കൊണ്ടിരുന്നാൽ, അഹങ്കരിച്ച് മുന്നേറിയ ദൈവമായിട്ട് നമ്മളെ ഒന്ന് താഴ്ത്തും. ദൈവമായിട്ട് താഴ്ത്തുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ താഴ്മയുള്ളവരായിരിക്കും. നിങ്ങൾ വായിക്കണം കേട്ടോ, ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഇത് കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഞാൻ വലിയ ആളാണെന്നോ എന്തൊക്കെയോ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? നെബൂഖദ്നേസറിനെ 7 വർഷത്തേക്കിന് നെബൂഖദ്നേസറിന്റെ മൈൻഡ് അങ്ങ് മാറിപ്പോയി. മാനുഷിക മനസ്സ് മാറി, ഒരു ജീവിയുടെ മനസ്സായി മാറി. പുല്ലൊക്കെ തിന്ന് 7 വർഷം ജീവിക്കേണ്ട വന്നു. അത്യുന്നതനായ ദൈവത്തെ അംഗീകരിക്കുന്നത് വരെയാണ് ആ അനുഭവം ഉണ്ടായത്. അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ താഴ്ത്താതെ ദൈവസന്നിധി നമ്മൾ താഴ്ന്നു ജീവിച്ചോണം. ദൈവം നമ്മളെ താഴ്മയുള്ളവരാക്കാൻ ഇടയാകരുത്. നമ്മൾ ദൈവസന്നിധി താഴ്മയുള്ളവരാക്കണം. നമ്മൾ ദൈവസന്നിധി താഴ്മയുള്ളവരാണെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ താഴ്മയുള്ള ജീവിതം നയിക്കുവാൻ ശ്രമിക്കുക. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. അടുത്ത വാക്യം പറഞ്ഞ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ദൈവത്തിന് കീഴടങ്ങുവെന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ അനുസരിക്കുക. ഇപ്പം മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ള ദൈവവചനമാണെങ്കിൽ അതാണ് ദൈവത്തിന് കീഴ്പ്പെടുന്നതിന് തുല്യം വചനം അനുസരിക്കുന്നത്. മാതാപിതാക്കളെ ബഹുമാനിച്ച് ജീവിക്കുക. അതൊരു ഉദാഹരണം മാത്രം. ഓരോ വചനവും അതുപോലെ തന്നെ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. ഈ പ്രാർത്ഥനയുടെ മാസം ഓരോ ദിവസവും കൂടുതലായി പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും ആരാധനയിലൂടെയും കർത്താവിനോട് അടുത്ത് ചെല്ലുക. എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. കണ്ടോ, എന്താ നല്ല മനോഹരമായ അനുഭവം. കർത്താവിനോട് അടുത്ത് ചെല്ലുന്നതനുസരിച്ച് കർത്താവ് നമ്മളോട് അടുത്ത് വന്നുകൊണ്ടിരിക്കും. പാപികളെ, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഇന്ന് പൽക്കാലം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുക. നിങ്ങളും വായിക്കണം കേട്ടോ. യാക്കോബിന്റെ ലേഖനം 4-6 മുതൽ 8 വരെയും ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും ധ്യാനിക്കണം. ജീവിതത്തിൽ താഴ്മയുള്ളവരായാൽ അധികം കൃപ ലഭിക്കും. ആ കൃപ നമ്മളെ അത്ഭുതമാക്കും. നമ്മുടെ കഴിവാ, എന്റെ മിടുക്ക, എന്റെ അധ്വാനമാ, എന്റെ എഡ്യൂക്കേഷനാ, എന്റെ പാരമ്പര്യമാ, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയതാ ഇവിടുന്ന് കിട്ടിയതാ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവസന്നിധി താഴ്ന്നിട്ടില്ല. ദൈവസന്നിധി താഴ്ന്നവരെയാണ് കർത്താവ് ഉയർത്തുന്നത്. ഈ ദിവസം ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുക, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും അധികം കൃപ അനുഭവിപ്പാൻ
ക്രിസ്തുയേശു മുഖാന്തരം ഇടവരുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. മറക്കല്ലേ, ഇന്ന് രാത്രി 9:30 തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. God bless you.